നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 3-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 20-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനിക്ക് ഒരു പ്രത്യേകതയുള്ളത്, ശനിദേവൻ ഓരോ ആൾക്കാരുടെ കർമ്മഫലത്തെ കുറയ്ക്കുന്നവനാണ് ശനീശ്വരൻ. അപ്പോൾ ശനിയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ദിവസം. അപ്പോൾ ശനിക്ക് ഉള്ള പ്രത്യേകത, നമുക്ക് ശനിയുടേതായ ബന്ധം, അതായത് ശനി കണ്ടക ശനിയോ വ്യാഴ ശനിയോ ശനിദശയോ ഒക്കെ നിൽക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് സൂക്ഷിക്കണം. അല്ലാത്തവർക്ക് വലിയ പേടി വേണ്ട. എന്നാലും ശുഭകാര്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ലതല്ല. അതുപോലെ നമുക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേടമാസത്തിലെ പുണർദം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം അത്ര കണ്ട് ഭാഗ്യദായകമല്ല. ശനിയെ വിളിക്കുന്നത് മന്ദൻ എന്നാണ്. എല്ലാ കാര്യങ്ങളിലും മന്ദത ഉണ്ടാവും. ഒരു കാര്യങ്ങളും അത്ര കണ്ട് ഭംഗിയായി നടക്കത്തില്ല. എല്ലാത്തിനും തടസ്സം നേരിടും. അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതും വളരെ സൂക്ഷിച്ചായിരിക്കണം. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും, അപകട സാധ്യതകളുണ്ടാവും, കാര്യതടസ്സം, ശത്രുക്കളുടെ എണ്ണം കൂടും. അതുപോലെ പലതരത്തിലുള്ള വിഷമ അവസ്ഥകൾക്ക് ഇടവരുന്ന സമയമാണ് ശനിയുടെ ബന്ധം നിൽക്കുന്ന ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ. അപ്പോൾ അതിന് പരിഹാരമായി നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ളതിന് നമുക്ക് പരിഹാരം ചെയ്ത് പോകണം. നമുക്ക് നല്ല ദിവസം കിട്ടി നമ്മൾ പരിഹാരം ഒന്നും ചെയ്യണ്ട. അസുഖം ഉണ്ടെങ്കിൽ മാത്രം മരുന്ന് കഴിച്ചാൽ മതി. അതുകൊണ്ട് ശനിയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം. സൂര്യഭഗവാനെ ഒരു വർഷക്കാലവും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കണം. ശനീശ്വര യന്ത്രം, മറ്റ് തടസ്സമോ സാമ്പത്തിക നഷ്ടമോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ഏകരക്ഷ കിട്ടണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ശനിയുടെ കാഠിന്യത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. ഒരു വർഷം നമുക്ക് ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ് പോകും. അതുപോലെ ഇന്ന് ശനിയാഴ്ച നമ്മൾ നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും രാവുകാല സമയം നോക്കി വേണം ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. അപ്പോൾ 9 മണി മുതൽ 10:30 മണി വരെ രാവുകാലം ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9:16 രാവുകാലം ആരംഭിക്കുകയുള്ളൂ. 10:45 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ 10:30 മണിക്ക് തീരൂല. രാവുകാല സമയം യാത്രയ്ക്ക് ഒഴിവാക്കി കളയുക. അതുപോലെ നമുക്ക് 2 കാര്യങ്ങൾക്ക് രാവുകാലം രാത്രിക്ക് മാത്രം നോക്കിയാൽ മതി. മറ്റ് 2 കാര്യങ്ങൾ, 2 സമയങ്ങൾ, അതായത് യമകണ്ഠ കാലവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. പ്രപഞ്ചം അവർക്ക് അനുവദിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് പ്രപഞ്ചത്തിൽ തന്നെ നെഗറ്റീവ് എനർജി ഉണ്ടാവും. ഈ സമയം ശരിക്ക് ഗുളികകാല സമയം വരുന്നത് 6:10 തൊട്ട് 7:43 വരികയും യമകണ്ഠകാല സമയം വരുന്നത് 1:44 തൊട്ട് 3:27 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. എങ്കിലും ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം 11:57 തൊട്ട് 12:45 വരെ 48 നേരം. ഇതിൽ 4 മിനിറ്റ് ഒഴിച്ചാൽ നമുക്ക് 44 മിനിറ്റും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. നീല വസ്ത്രമോ കറുത്ത വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. കാരണം എന്തിനാണ്? നമ്മളുടെ പ്രപഞ്ചത്തിൽ നിന്ന് ശനിയുടേതായ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാൻ ഈ വസ്ത്രത്തിന് ശക്തിയുണ്ട്. അപ്പോൾ നെഗറ്റീവ് ആവാഹിക്കപ്പെടത്തില്ല. അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് ശനിയുടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കയറും. ഇപ്പോൾ ശനിയാഴ്ച ആണ്, കുറച്ച് കഷ്ടതയേറിയ ദിവസമാണ്. അപ്പോൾ എല്ലാവരും സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.